ഒന്ന് 40% വെള്ളം ഒഴിച്ച് കഴിക്കുന്നു, മറ്റേത് 5% ഉള്ളത് വെള്ളം ഒഴിക്കാതെ കഴിക്കുന്നു. അത് സാധാരണ രീതിയിൽ ഒരു വിസ്കി അല്ലെങ്കിൽ ഒരു റം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജിൻ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാർ, ഹാർഡ് ലിക്കർ കഴിക്കുന്ന ഒരാൾ സാധാരണ എത്ര ക്വാണ്ടിറ്റി കഴിക്കും? ഈ ഗ്രീൻ ടീ അതുപോലും സിറോസിസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് നമ്മുടെ സംവിധായകനായ ഒരു രാജേഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ലിവർ സിറോസിസ് കൊണ്ടാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹം ബിയർ പോയിട്ട് പച്ചവെള്ളം മാത്രം കുടിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ എന്നോട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതായത് സിറോസിസ് ഉണ്ടാകുന്നത് മദ്യം കൊണ്ട് മാത്രമല്ല, പല ഒട്ടനവധി ഘടകങ്ങൾ വേറെ ഉണ്ട്. മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകളിലും സിറോസിസ് ഉണ്ടാകുന്നു. ജനിതകമായ ഫാക്ടേഴ്സ് ഉണ്ട്, ചില മരുന്നുകളുടെ അമിതമായ ഉപഭോഗം കൊണ്ട്, മറ്റു ചില വൈറ്റമിൻസ് ഉൾപ്പെടെയുള്ള മെഡിസിൻ്റെ ഇതുണ്ട്. അങ്ങനെ പല ചിലവർക്ക് നമ്മുടെ ചൈനീസ് ടീ എന്നൊക്കെ പറഞ്ഞ സാധനം വീട്ടിൽ നമ്മുടെ ഈ ഗ്രീൻ ടീ അതുപോലും സിറോസിസ് ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ഇഷ്ടം പോലെ അതൊരു കോൺട്രോവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. സാധാരണ നമ്മൾ കാണുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അളവല്ലേ? അത് എല്ലാ ഗ്രീൻ ടീ എന്ന് ഞാൻ പറയുന്നില്ല. ചൈനീസ് ഗ്രീൻ ടീയിൽ കുറെ ഘടകങ്ങൾ ലിവർ ടോക്സിക് ആണ്. അത് പ്രകടമായിട്ടുള്ള അത് കോൺട്രോവേഴ്സി ഒന്നും അല്ല. അത് നമ്മൾ ലിറ്ററേച്ചറിനകത്ത് പറയുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഡോക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് കാര്യം കറക്റ്റ് അളവിന് യൂസ് ചെയ്താൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നത്. ഈ മദ്യം ആണെങ്കിലും കറക്റ്റായ ഒരു അളവിൽ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുണ്ടോ? ചില ആർട്ടിക്കിളെങ്കിലും ബാധിക്കുന്നുണ്ടല്ലോ. അതൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ടാക്ടിക് ആണോ? കൂടുതലും അങ്ങനെയാണ്. ആ ഒരു വീക്ഷണകോണിൽ കൂടെയാണ് അത് അങ്ങനെയുള്ള സാധനത്തിന് പ്രസിദ്ധി കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ചെറിയ അളവിൽ തന്നെ ആയാലും മദ്യം മോശം തന്നെയാണ്. പിന്നെ വലിയ അളവിലായാലും അതുപോലെ ദോഷമാണെന്നുള്ളതാണ്. ചില ഈ പറയുന്ന മെഡിക്കൽ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് ഇത്രയും ശതമാനം ഹാർട്ടിന് നല്ലതാണെന്ന്. അത് സത്യമാണോ അതോ മിത്താണോ? ഹാർട്ടിന് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു 20 to 30 ml ഡെയിലിയാണ് ഹാർട്ടിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേറെ ബാക്കിയുള്ള അവയവങ്ങൾ കുഴപ്പമുണ്ടാകുന്നല്ലോ. പറയുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ആഹ്വാനം ചെയ്യുന്ന കണക്കാവരുത്. അതൊരു കമേഴ്ഷ്യൽ ടാക്ടിക് തന്നെ. അതെ, ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന ആൽക്കഹോൾ അഡിക്ട്സിനെ പിടിക്കുന്ന വേറൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇതിന് പകരം ബിയർ കുടിക്കാം. അത് എത്രത്തോളം സത്യമാണ്, ശരിയാണ്? ബിയർ കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അതോ ഞാൻ ചോദിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു വിസ്കി അല്ലെങ്കിൽ ഒരു റം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജിൻ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാർ, ഹാർഡ് ലിക്കർ കഴിക്കുന്ന ഒരാൾ സാധാരണ എത്ര ക്വാണ്ടിറ്റി കഴിക്കും? സാധാരണ നമ്മളൊരു മോഡറേറ്റ് ഡ്രിങ്കർ ആണെങ്കിൽ ഒരു 3-4 പെഗ്സ് കഴിക്കുമായിരിക്കും. പക്ഷേ ഈ 3-4 പെഗ്സ് ആണോ ബിയർ കഴിക്കുക? അല്ല. കാരണം ബിയർ കഴിക്കുന്ന കുപ്പി കണക്കിനാണ്. ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. മറ്റിനകത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിനകത്ത് 40% ലിക്വർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് ആണ് ഹാർഡ് ലിക്കർ കഴിക്കുക. മറ്റ് ഡൈല്യൂട്ട് ചെയ്യാതെയാണ് 5% ആണെങ്കിൽ 5%. രണ്ടും വ്യത്യാസം വരുന്നില്ല എപ്പോഴും. മനസ്സിലായില്ലേ? ഇപ്പൊ പെർസെൻറ്റേജ് ലിക്കറാണ് ഇതിനകത്ത് മാറ്റേഴ്സ്. ഒന്ന് 40% വെള്ളം ഒഴിച്ച് കഴിക്കുന്നു, മറ്റേത് 5% ഉള്ളത് വെള്ളം ഒഴിക്കാതെ കഴിക്കുന്നു. നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നില്ല. ഈ കിറ്റാനുള്ളതിനുള്ള ക്വാണ്ടിറ്റി എല്ലാത്തിനും ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഈ സാധനം ഇതാവട്ടെ, ഹാർഡ് ലിക്കർ ആവട്ടെ, ഈ പറഞ്ഞ സാധനങ്ങളാവട്ടെ, ക്വാണ്ടിറ്റി ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും ഒരേ ഇഫക്റ്റ് തന്നെയാണ്. കുറവ് അളവിൽ യൂസ് ചെയ്താൽ ഈ പറയുന്ന പോലെ യൂസ് ചെയ്യില്ലല്ലോ. ഇതിപ്പം ഒരു ബിയർ കഴിക്കുന്ന ആള് 30 ml യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പം 30 ml കമ്പയർ ചെയ്യാൻ പാടില്ല. ഹാർഡ് ലിക്കർ 30 ml കൊണ്ട് പറ്റുമോ? 30 ml ഇതാണെന്നുണ്ടെങ്കിൽ അത് കുറവാണെന്ന് പറയാം. 30 ml ഹാർഡ് ലിക്കർ കഴിക്കുന്നു, 30 ml ബിയർ കഴിക്കുന്നു. അത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബിയറിന് കുറവാണെന്ന് പറയാം. പക്ഷെ 30 ml കഴിക്കുന്ന ആൾ ബിയർ കഴിക്കുന്നത് അതിലും കൂടുതലാണ്. അപ്പൊ കമ്പയർ ചെയ്യുന്നത് എങ്ങനെ? അതുകൊണ്ട് ക്വാണ്ടിറ്റി രണ്ടും ഒരേപോലെ ആവും കഴിച്ചു വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് രണ്ടും അപകടകാരികൾ തന്നെയാണ്.